بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. بسم الله الرحمن الرحيم أمن تذكر جيران بذي سلمي مزجت دمعا جرى من مقلة بدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയ ക്ലാസ് നമ്മൾ ഇന്നത്തെ ഈ ബുധനാഴ്ച ബുറുദയുടെ വരിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തുടങ്ങാൻ തൗഫീഖ് നൽകിയ നമ്മുടെ റബ്ബാകുന്ന അള്ളാഹുവിന് സർവസ്തുതിയും, അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ അഭയകേന്ദ്രമായ, നമ്മുടെ ആശാകേന്ദ്രമായ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളെക്കുറിച്ച് പറയാൻ, തങ്ങളെക്കുറിച്ച് പഠിക്കാൻ, തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് അതിന് സാഹചര്യമൊരുക്കി തന്ന, അതിന് തൗഫീക്ക് നൽകിയ, ആരോഗ്യവും ആഫിയത്തും കാഴ്ചയും കേൾവിയും ചിന്തയും ബുദ്ധിയും എല്ലാം സൗകര്യങ്ങളും നൽകിയ റബ്ബിന് 1000 സർവസ്തുതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയാണ്. നമ്മുടെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയാണ്. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് നൂറുൽ ഖുലൂബ് ബുറുദ പഠന ഗ്രൂപ്പ്. ഇതിലൂടെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുകയാണ്, ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു തആല മരണം വരെ, മരിക്കുന്ന സമയത്തും ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ പഠനത്തിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ ഭക്ഷണം നൽകിയവർ, വെള്ളം നൽകിയവർ, വസ്ത്രം നൽകിയവർ, പഠിപ്പിച്ച ഗുരുനാഥന്മാർ, പഠന മേഖലയിലും ജീവിതത്തിൻ്റെ ഈ ഘട്ടം വരെ പല നിലക്കും പലരും പല സന്ദർഭങ്ങളിലായി സഹായിച്ചിട്ടുണ്ട്. പലരും നമുക്ക് താങ്ങായി തണലായി ഒപ്പം നിന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും ഐശ്വര്യവും റാഹത്തും സന്തോഷവും നൽകി അല്ലാഹു തആല അവരൊക്കെ കബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉമ്മ, ഗുരുനാഥൻ, 9 വർഷത്തോളം ഭക്ഷണം തന്ന ഉമ്മമാർ, പല ചെലവ് വീട്ടുകാരും, പല വേണ്ടപ്പെട്ടവരും, പല മശായിഖന്മാരും ഇന്ന് ഖബറിലാണ്. മഹാന്മാരുടെ ദറജക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മറ്റു മരണപ്പെട്ടുപോയവരൊക്കെ ഖബർ അല്ലാഹു തആല സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറിലേക്കൊക്കെ ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും അവരോടൊക്കെ ഒരുപാട് കടപ്പാടുകളുണ്ട്. ആ കടപ്പാട് ദുആ ആയി മാത്രമേ വീട്ടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല വലിയ സന്തോഷം അവർക്കെല്ലാം നൽകി ഈ പഠനത്തിൽ അവരുടെ പൊരുത്തവും തൃപ്തിയും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി
നിങ്ങൾ ഈ പഠനത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ദുആ ചെയ്യണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബുർദയുടെ ആമുഖമെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഇമാം ബുസ്വരി റളിയല്ലാഹു അൻഹു ഒന്ന് ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നത്? ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ ഒരുങ്ങുകയാണ്. കാരണം ഈ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് നമുക്ക് അഭയ കേന്ദ്രം. അപ്പോൾ ആ തങ്ങളെ ഓർക്കുക എന്നത് തന്നെയാണ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം. എല്ലാ നേട്ടത്തിനും നമുക്ക് അവലംബിക്കാൻ പറ്റുന്നത് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക എന്നതാണ്. അങ്ങനെ മരണപ്പെട്ടു പോയവരെ ഓർക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയതാണല്ലോ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ പ്രവാചകന്മാർ അവരൊക്കെ മരണപ്പെട്ടു പോയവരല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മറ്റു നബിമാരൊക്കെ മരണപ്പെട്ടു പോയതാണല്ലോ. ആ മരണപ്പെട്ടു പോയ നബിമാരെ ഇടക്കിടക്ക് വിശുദ്ധ ഖുർആൻ ഓർക്കാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ മുത്തുനബിയെ ഇന്നത്തെ കാലത്ത് നമുക്ക് മരണപ്പെട്ടു പോയവരെ ഓർക്കാൻ പറ്റൂല എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു തആല കൽപ്പന ഇറക്കണ്ടേ? അവിടെ അങ്ങനെയല്ലല്ലോ ഇറക്കിയത്. മരണപ്പെട്ടു പോയ മൂസാ നബിയെ ഓർക്കാൻ, നൂഹ് നബിയെ ഓർക്കാൻ, യൂനുസ് നബിയെ ഓർക്കാൻ, ഇബ്രാഹിം നബിയെ ഓർക്കാൻ, ഓരോ നബിമാരെയും ഓർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരെ ഓർക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അവരൊക്കെ വിശുദ്ധ ഖുർആൻ ഓർത്തിട്ടില്ലേ? അപ്പോൾ ആ ഓർക്കുക, മരണപ്പെട്ടു പോയവരെ ഓർക്കുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ തെളിവാണ്. ആ തെളിവ് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദയിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നത്. ഇത് ആമുഖമായി പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. മുത്തുനബി ഓർക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് വീഡിയോ ക്ലിപ്പൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ മുത്തുനബിയെ ഒരു പ്രത്യേകമായിട്ട് ഓർക്കാൻ പറ്റുമോ എന്നതിന് തെളിവ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ ഓർക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഓർക്കാൻ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ നേതാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ബൂസരി തങ്ങൾ ഓർക്കുന്നു. ആ തങ്ങളോടൊപ്പം നമ്മളും ഓർക്കുന്നു. ഇനി ഇവിടെ ഒരു ശൈലിയുണ്ട്. ഇമാം ബൂസരി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലി, അത് ഏത് സാഹചര്യത്തിലും അങ്ങനെയാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആളെ പേര് ആദ്യം തന്നെ എടുത്തങ്ങോട്ട് പറയുന്നില്ല. പിന്നെയോ ആ നടന്നു പോകുന്ന വഴികൾ, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ, ചില ഓർമ്മകൾ, ചില വിഷയങ്ങൾ, അതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോഴോ അത് അവരോട് സ്നേഹമുണ്ടായിട്ടാണ് പറയുന്നത്. ആ സ്നേഹത്തിന് ശക്തി കൂടുന്ന സമയത്ത് എന്തുണ്ടാകും? അത് ഒരു കരച്ചിലായി മാറും. അത് സ്വാഭാവികമാണ്. ഒരു ഉമ്മ മരണപ്പെട്ടാൽ, പിതാവ് മരണപ്പെട്ടാൽ അവരുടെ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയും. അവസാനം ഒരു പിടുത്തം വിട്ടൊരു കരച്ചിലാണ്. സഹിക്കാൻ കഴിയൂല, വല്ലാതെ അങ്ങനെ ചങ്ക് പൊട്ടിപ്പോയി പെട്ടെന്നൊരു കരച്ചിൽ അങ്ങോട്ട് വരും. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അങ്ങനെ കരയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് സ്നേഹമുള്ളവർക്ക് വരുന്ന ഒരു കാര്യമാണ്. പല സ്ഥലത്തും അതിനൊക്കെ നമുക്ക് കിതാബ് തെളിവ് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. ബുഖാരി ഹദീസ് തന്നെ അതിനൊക്കെ ഉദ്ധരിക്കാൻ പറ്റും. ഓരോ സഹാബികളും ഓരോ സമയത്തും അല്ലേ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നല്ല ഭക്ഷണം കൊണ്ട് വെച്ചപ്പോൾ
അനസ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, എൻ്റെ മുത്തുനബിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അനസ് തങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ ഓർത്തിട്ട് കരയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്യുന്നത്, ആദ്യം ആരെയാണോ സ്നേഹിക്കുന്നതെന്നൊന്നും പേരെടുത്ത് പറയുന്നില്ല. പിന്നെയോ സ്നേഹിക്കുന്ന ആ ഒരു സാഹചര്യം, സ്നേഹിക്കപ്പെടുന്ന ആളുടെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട്, ആ സാഹചര്യം ഓർത്തുകൊണ്ട്, അത് ഓർക്കുമ്പോഴത്തേക്ക് തന്നെ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ പിന്നെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണ്? അത് കരച്ചിലാണ്. ആ കരച്ചിൽ ഓവർ ആകുമ്പോഴോ, അല്ലെ, നമ്മൾ തന്നെ പറയുന്നുണ്ട്, പിന്നെ കണ്ണിന്ന് ചോര വരുന്ന രൂപത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി കലങ്ങി കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ട് ചോര കളറായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അത് തന്നെയാണ്, ഇതൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നുമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. ബുദ്ധിക്ക് യോജിക്കുന്നതും പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകും. അത് തന്നെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഇവിടെ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരിയിലേക്ക് വരാം. أمن تذكر جيران بذي سلم مزجت دمعا جرى من مقلة بدمي. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇവിടെ ചോദിക്കുന്ന ഒരു ആദ്യത്തെ ഭാഗം നമുക്ക് കാണാം, രണ്ടാളുകളെ കാണാം. രണ്ടാളുകൾ, ഒന്ന് സ്വയം എന്ത് ചെയ്യാണ്, നമ്മൾ കണ്ണാടിയിൽ നോക്കി വർത്തമാനം പറയുന്നത് പോലെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഇവിടെ നടത്തുന്ന വരികൾ. കാമുകൻ കാമുകിയോട് സംസാരിക്കുന്ന ഒരു ശൈലി, ആ ശൈലിയാണ് ഇവിടെ. രണ്ടാളുകൾ നമുക്ക് കാണാൻ പറ്റും. ആ രണ്ടാളുകൾ ആരാണ്? ഒന്ന് ഇമാം ബൂസൂരി തങ്ങളാണ്, ഒന്ന് അവിടുത്തെ സ്വന്തം നഫ്സിനോട് ഇങ്ങനെ ആ നഫ്സിനെ ഇങ്ങനെ മറ്റൊരാളായി കണ്ടിട്ട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വർണ്ണിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ പറഞ്ഞല്ലോ, സ്നേഹിക്കപ്പെടുന്ന ആളെ പേര് പറയുന്നില്ല എന്ന്. അത് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വർഷത്തോളം മഹാനവറുകളെ നിരീക്ഷിച്ച ഒരാൾ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോലും കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ അവിടുന്ന് ധൈര്യം വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ മുത്തുനബിയെ പറയുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു എന്നതിന് പകരം വേറൊരു വാചകം എടുത്തുകൊണ്ടാണ് എന്താക്കാറുള്ളത്, പലപ്പോഴും പറയാറുള്ളത്. അത് സ്നേഹത്തിന്റെ അങ്ങേ അറ്റത്തിന്റെ ശൈലിയാണ്. അപ്പൊ ആ ശൈലി തന്നെയാണ് ഇവിടെ ഇമാം ബൂസൂരി തങ്ങൾ ഉദ്ധരിക്കുന്നതും. അപ്പം വരികളിലേക്ക് വരാം. അപ്പൊ എന്താ ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത്? അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറ മിൻ മുഖലത്തിൻ ബിദമി. അമിൻ തദക്കുരി, ഓർത്തതിന് വേണ്ടിയാണോ, ഓർത്തത് കൊണ്ടാണോ? ആരെ ഓർക്കുന്നത്? ജീറാൻ, അയൽവാസിയെ ഓർത്തത് കൊണ്ടാണോ? ഏതാണ് ആ ജീറാൻ? ബിദി സലം, ദൂസലം എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള അയൽവാസികളെ ഓർത്തത് കൊണ്ടാണോ, ഓർത്തതിന് വേണ്ടിയാണോ? മസജിത്ത, നിങ്ങളിങ്ങനെ നീ ഇങ്ങനെ കലർത്തിയത് എന്തിന്? ദംഅൻ, കണ്ണീരിന്. എങ്ങനത്തെ കണ്ണുനീരാണ്? ജറ, ആ കണ്ണുനീര് ആ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. അപ്പൊ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഈ കണ്ണുനീരിനെ നീ കൂട്ടിക്കലർത്തിയത് എന്തിനോട്? മിമുക്കലത്തിൻ, ജറ, ഏത് കണ്ണീരാണ് ഒലിച്ചിറങ്ങുന്നു? എവിടെ നിന്നാണ് ഒലിച്ചിറങ്ങുന്നത്? മിമുക്കലത്തിൻ, കണ്ണിൽ നിന്ന്. അപ്പൊ ഈ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ നീ കൂട്ടിക്കലർത്തിയത് എന്തിനോടാ കൂട്ടിക്കലർത്തിയത്? ബിദമിൻ, രക്തത്തോട്. അപ്പം അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലം, ദൂസലമിലെ അയൽവാസികളെ ഓർത്തിട്ടാണോ എന്ത് ചെയ്തത്? മസജ്ത, കവി ചോദിക്കുകയാണ്, മസജ്, നീ കൂട്ടിക്കലർത്തിയത് ദംഅൻ, കണ്ണീരിനെ, ജറ, ഏത് കണ്ണീരാണ് ഒലിച്ചിറങ്ങുന്നു? എവിടെ നിന്ന്? മിമുക്കലത്തിൻ, കണ്ണിൽ നിന്ന്. എന്തിനോട്? ബിദമിൻ, രക്തത്തോട്. അപ്പം ഈ ദൂസലമിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന
കണ്ണുനീരിനെ നീ രക്തത്തോട് കൂട്ടിക്കലർത്തിയത് എന്ന് പറഞ്ഞാൽ ആ കരയുന്ന കരച്ചിലിൽ രക്തം വരുന്നുണ്ടല്ലോ, ആ രക്തം വരുമാർ അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണല്ലോ കരയുന്നത്. ഈ കരയുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാരണമാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നത്. അത് ദൂസലമിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ? ദൂസലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചർച്ചകൾ അവിടെ പറയുന്നുണ്ട്. പ്രബലമായി പറയുന്നത് മദീനയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ഒരു സ്ഥലം, അവിടെ സലം എന്ന് പറയുന്ന വൃക്ഷങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സ്ഥലം. അപ്പൊ ആ സ്ഥലത്തെയാണ് എന്താക്കുന്നത് ദൂസലം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പറയാറുണ്ടല്ലോ അല്ലെ, ഒരുപാട് നാളികേരം ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്ത് പറയുന്നുണ്ട്? കേരളത്തെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. നാളികേരത്തിന്റെ നാടായ കേരളത്തെ കേരനാട് എന്ന് പറയാറുണ്ട്, കേരനാട്. അപ്പൊ എന്നതുപോലെ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം അവിടെ ഉണ്ടായത് കൊണ്ട് എന്താക്കും, ആ സ്ഥലത്തിന് മൊത്തം അതുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ടാവും. ഇപ്പം പല സ്ഥലം അങ്ങനെ ഉണ്ട്. സ്ഥാപനം ഉണ്ടാകുമ്പോൾ ആ നാടിന് എന്ത് വരും? ആ സ്ഥാപനത്തിന്റെ പേര്. ഞാനൊക്കെ പഠിച്ച സ്ഥാപനമാണ് മർക്കസ്. അവിടെ സ്ഥാപനമേ ഉള്ളൂ, ആ സ്ഥാപനത്തിന്റെ പേരാണ് ആ ഏരിയയിൽ മൊത്തം ബസ്സിൽ കയറിയാൽ മർക്കസ് എന്നാ പറയുക. അപ്പൊ എന്നതുപോലെ ഒരു വസ്തു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ആചാരപ്പടികൾ ഉണ്ടാകും, ചില പള്ളിപ്പടി ഉണ്ടാകും, ചില സ്ഥലങ്ങൾക്ക് അങ്ങനെ പേരുണ്ടാകാറുണ്ട്. അപ്പൊ അത് അവിടെ എന്താണ് ഒരു പ്രധാനപ്പെട്ട വസ്തു ഉണ്ടാകുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുമ്പം അതുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തിന് തന്നെ എന്ത് വരും, അങ്ങനെ ഒരു പേര് വരും. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്ന വൃക്ഷം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്തെ ഓർത്തത് കൊണ്ടാണോ, അതാണ് ദൂസലമിലെ അയൽവാസികളെ ഓർത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അത് ഇവിടെ മഹാന്മാര് ഒന്നും കൂടെ ആയത്തിലേക്ക് ഇറങ്ങി പറയുന്നത്, ഈ ദൂസലമിലെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ, അയൽവാസികളാണല്ലോ ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകുക. അപ്പൊ അത് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളുമാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് മക്കയും മദീനയിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ആ നാടിനെ തന്നെ ഓർക്കും. ആ നാടിനെ ഓർക്കുമ്പോൾ ആ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഓർക്കുക, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. ഒരു നാട് ഓർമ്മ വരും. അപ്പൊ നമുക്ക് ആ നാട്ടിലുള്ള വലിയൊരു സംഭവത്തെ ഓർമ്മ വരും. ചിലപ്പം ആ നാട്ടിലുള്ള വലിയൊരു മഹാനെ നമുക്ക് എന്താക്കും ഓർമ്മ വരും. അപ്പം ഇത് ഓർക്കുമ്പോൾ ഇമാം ബൂസരി തങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാണ്? ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളുമാണ് എന്ന് മഹാന്മാര് പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും ഇമാം ബൂസരി തങ്ങൾ പറയുന്നത്, അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ദൂസലമിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ഈ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീരിനെ രക്തത്തോട് കൂട്ടിക്കലർത്തിയത്? അവരങ്ങോട്ട് ഓർക്കുമ്പോഴത്തേക്ക് കരഞ്ഞ് കരഞ്ഞ് അവസാനം കണ്ണിൽ നിന്ന് ചോര വരുമാർ കരയുന്നത് ദൂസലമിലെ അയൽവാസികളെ ഓർത്തിട്ടാണോ? ഉത്തരം വന്നിട്ടില്ല. ഇനി ഇങ്ങനെ ചോദ്യം തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ഈ ബുർദ വേണ്ടതുപോലെ പഠിച്ച് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇമാം ബൂസരി തങ്ങളുടെയും മുത്തുനബിയുടെ ആശിഖീങ്ങളുടെ എല്ലാവരുടെയും പൊരുത്തവും മദതും തൃപ്തിയും അള്ളാഹു നമുക്ക് ഈ പഠനത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله